ഹലോ ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയുടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രോട്ടോടൈപ്പിലെ DSA വീക്കുകളെ കുറിച്ചാണ്. ഞാൻ സാധാരണ രീതിയിൽ വീക്കുകളെ കുറിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ ഓരോ വീക്കിനും ഓരോ വീഡിയോസുകളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 DSA വീക്സ് ഉണ്ട്. DSA ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്. അങ്ങനെ ഈ 3 DSA വീക്സ് നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ആ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് DSA വീക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടൈം ഫ്രെയിംസും അല്ലെങ്കിൽ ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് എവിടെയും നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ഞാൻ DSA 1 വീക്ക് അല്ലെങ്കിൽ DSA ഫസ്റ്റ് വീക്ക്, DSA സെക്കൻഡ് വീക്ക്, DSA തേർഡ് വീക്ക് എന്നിങ്ങനെ ടൈം ഫ്രെയിംസ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ആ ഒരു ടൈം ഫ്രെയിമിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വീക്കിൻ്റെ വീഡിയോസിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് DSA വീക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് DSA എന്നും, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ DSA വീക്കുകൾ പഠിച്ചെടുത്തത്, റിവ്യൂ പാസ്സാവാൻ ഉപയോഗിച്ച വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ, യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും കണ്ടു പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ വല്ല ഡോക്യുമെൻറ്റേഷൻ കണ്ടിട്ടാണോ പഠിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസാണ് കണ്ടു പഠിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു DSA വീക്കുകളിലെ ടാസ്കുകൾ എന്തൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു 3 DSA വീക്സ്, അതായത് മേൺ സ്റ്റാക്കാർക്കാണെങ്കിൽ 13, 14, 15 വീക്കുകളിലാണ് DSA വീക്സ് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ പൈത്തൻകാർക്കാണെങ്കിൽ 14, 15, 16 വീക്കുകളിലാണ് DSA വീക്സ്. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ എല്ലാവർക്കും ഈ പ്രോട്ടോടൈപ്പിൽ പഠിക്കുന്ന ഒട്ടുമിക്ക സ്റ്റാക്കുകൾക്കൊക്കെ 3 വീക്കുകളാണ് എന്തുള്ളത് DSA വീക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 വീക്ക് DSA വീക്സിൻ്റെ കാര്യങ്ങൾ മൊത്തം നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെർച്ച് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ DSA ഫസ്റ്റ് വീക്ക്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം ഫസ്റ്റ് വീക്കാണ് DSA ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് വീക്ക് DSAയിൽ കൂടുതലായിട്ട് ഡീപ്പിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അറേ അങ്ങനത്തെ കുറച്ച് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് വീക്കിലും പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചില്ലാത്തൊരു ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് കൂടിയും ഈ ഒരു വീക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന പേരിൽ. നിങ്ങൾ ഈ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ കണ്ട് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലോട്ടും അങ്ങനെ ഈ ഒരു വീക്കിലെ മൊത്തം കാര്യങ്ങളോട്ട് വരുന്ന മുമ്പ് ഈ വീക്കിലെ ടാസ്കുകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഈ വീക്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബിഗ് O നൊട്ടേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി അനാലിസിസ്, 2 ലിങ്ക്ഡ് ലിസ്റ്റുകളെ കുറിച്ചിട്ട്, 3 അറേകളെ കുറിച്ചിട്ട്, 4 സ്ട്രിങ്ങുകളെ കുറിച്ചിട്ട്, പിന്നെ റിക്കേർഷനെ കുറിച്ചിട്ട്, പിന്നെ ബൈനറി സെർച്ച് അല്ലെങ്കിൽ ലീനിയർ സെർച്ച് അങ്ങനെ സെർച്ചിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും, എന്താണ് DSA എന്ന്, അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ എന്താണ് അൽഗോരിതം എന്നും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീക്ക് തുടങ്ങിയപ്പോൾ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് DSA, അല്ലെങ്കിൽ എന്താണ് ടൈം കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ എന്താണ് ബിഗ് O നൊട്ടേഷൻ, അതായത് കോംപ്ലക്സിറ്റി അനാലിസിസ് ഒക്കെ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ഡൗട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു വലിയൊരു ധാരണ ഉണ്ടായി തന്നൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. വീക്കോഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ DSAനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്. ഏകദേശം 48 മിനിറ്റ് ഓർ സംതിങ് ആണ് ആ വീഡിയോ ഉള്ളത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. DSAനെ കുറിച്ച് മനസ്സിലാക്കി തന്നു, എന്തിനാണ് നമ്മുടെ DSA എന്താണെന്നും ഈ DSAൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, വലിയ വലിയ കമ്പനികളിലൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ വലിയൊരു ഘടകമാണ് എന്ത് DSA എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ, ഫേസ്ബുക്ക്, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ എന്നീ വലിയ വലിയ കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രോസസ്സായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ DSA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ DSAൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഈ ഒരു 3 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും DSA ഒരു പ്രോ ആവാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു DSAൻ്റെ ബേസിക്സ് മാത്രമാണ് ഈ ഒരു പ്രോട്ടോടൈപ്പിലെല്ലാം ഈ 3 വീക്ക് കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീക്ക് 1 തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, വീക്ക് 1 ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി അനാലിസിസും DSAനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീക്ക് കോഡിൻ്റെ ആ ഒരു വീഡിയോ പോയിട്ട് കാണണം. അത് കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഐഡിയാസ് കിട്ടുന്നതാണ്. പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ DSAയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ടാലും നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക എല്ലാ ഐഡിയാസൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള അറേ ക്വസ്റ്റ്യൻസ്, സ്ട്രിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലീനിയർ സെർച്ചിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ബൈനറി സെർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ടൈം കോംപ്ലക്സിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു അറയിലോട്ട് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അറയിൽ നിന്ന് ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യുമ്പോഴും, അങ്ങനത്തെ ഇതിനൊക്കെ ടൈം കോംപ്ലക്സിറ്റി ഡിഫർ ആയിരിക്കും. അപ്പോൾ ആ ടൈം കോംപ്ലക്സിറ്റി മനസ്സിലാക്കണം, സ്പേസ് കോംപ്ലക്സിറ്റി മനസ്സിലാക്കണം. അതുപോലെ ടൈം കോംപ്ലക്സിറ്റി കുറച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം ഈ ഒരു വീക്കിൽ. പിന്നെ മെയിനായിട്ട് ഈ വീക്കിലോട്ട് മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് റിക്കേർഷനും അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാനും, ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യാനും, അങ്ങനെ പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. അതിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് കിട്ടും ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ളത്. അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവുന്നതാണ്. ഇത് കാരണം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചും ഇതൊക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചുള്ള യൂട്യൂബ് ചാനലുണ്ട്, കോഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ കോഡ് എവല്യൂഷൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, DSA എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ഏകദേശം 80 സംതിങ് വീഡിയോസാണ് ആ പ്ലേലിസ്റ്റിലൊക്കെ, ചെറിയ ചെറിയ വീഡിയോസുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു 3 വീക്ക് DSAകളിലും
ആ ഒരു വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് പോയിട്ടും കാണാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ലിങ്ക് ലിസ്റ്റ്, റിക്കർഷൻ, അറേ, സ്ട്രിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ടൈം കോംപ്ലക്സിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ റിക്കർഷൻ എന്ന് പറയുന്നത്, റിക്കർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിക്കർഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനുള്ള ഒരു ഫംഗ്ഷൻ വിളിക്കുക എങ്കിൽ ആ ഫംഗ്ഷൻ ലൂപ്പ് രൂപത്തിൽ, ഒരു വൈൽ ലൂപ്പ് രൂപത്തിലൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. എപ്പോഴും ആസ്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ വീക്ക് 1ൻ്റെ ഒരു PDF ഫയലുണ്ട്. അപ്പോൾ ആ PDF ഫയൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയാണ്ട് ആ PDF അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീക്ക് 1നെ കുറിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീക്ക് 1നെ കുറിച്ച്, DSA വീക്ക് 1നെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് DSA വീക്ക് 2 പോകാം. സോ DSA വീക്ക് 2. അപ്പോൾ DSA വീക്ക് 2ൽ നമ്മൾ വീക്ക് 1ൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ടാസ്കുകൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ടാസ്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച റിസോഴ്സുകൾ, ഞാൻ ഉപയോഗിച്ച ഡോക്യുമെൻറ്റേഷൻസ്, യൂട്യൂബ് വീഡിയോസ് അതൊക്കെ പറഞ്ഞു പോവുക. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീക്ക് 2ൻ്റെ ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ DSA വീക്ക് 1നെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ ചെയ്ത് പറഞ്ഞുതരാവുന്നതാണ്. ഞാൻ ഈ ഒരൊറ്റ വീഡിയോ ആയിട്ട് DSA 3 വീക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നല്ല ഈ വീഡിയോസ് എടുക്കുന്നത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ വന്ന് വീഡിയോസ് എടുക്കുന്നു, എനിക്ക് മനസ്സ് തോന്നിയതൊക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈപ്പിക്കാതെ നേരെ DSA വീക്ക് 2നെ കുറിച്ച് സംസാരിക്കാം. ഞാനിപ്പോൾ പറഞ്ഞതേ ഞാൻ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിങ്ക് ലിസ്റ്റ് 2 തരത്തിലുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റും ഡബിൾ ലിങ്ക് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് 2നെക്കുറിച്ച് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, അത് മറക്കരുത്. ആ വീക്ക് 1നെ കുറിച്ചിട്ടാണ്. ഇനി വീക്ക് 2ലോട്ട് വരികയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വീക്ക് 1, വീക്ക് 2, DSA വീക്ക് 3, ഈ 3 വീക്കിൽ ഏറ്റവും ചെറിയ വീക്ക് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ വീക്കാണ് ഏത്? DSA വീക്ക് 2 എന്ന് പറയുന്നത്. അത് സിമ്പിൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DSA വീക്ക് 2ൽ ടാസ്കുകളൊക്കെ കുറച്ചാണ് തന്നിട്ടുള്ളത്. അതായത് അത്ര ചെറിയ വീക്കും അല്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. DSAനെ കുറിച്ച് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു 3 വീക്ക് കൊണ്ട് എന്താണ് സാധിക്കുന്നത്, അത്ര ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു 3 വീക്ക് കൊണ്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ DSA വീക്ക് 2ൽ മെയിൻ ടാസ്കുകളായിട്ട് വരുന്നത്, ഒന്ന് സോർട്ടിംഗ് ആൽഗോരിതംസിനെ കുറിച്ച് നല്ല രീതിക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. സോർട്ടിംഗ് ആൽഗോരിതം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 5 തരത്തിലുള്ള സോർട്ടിംഗ് ആണ് വരുന്നത്. ഒന്ന് ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് നിങ്ങളെല്ലാവരും ഫുമിഗേഷൻ ടൈമിലും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലോട്ട് എൻ്റർ ആയപ്പോൾ തന്നെ ബബിൾ സോർട്ടിനെ കുറിച്ച് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട് എന്നിങ്ങനെ 3 ബേസിക് സോർട്ടുകളും പിന്നെ മെർജ് സോർട്ടും ക്വിക്ക് സോർട്ടും, അങ്ങനെ മൊത്തം 5 സോർട്ടിങ്ങാണുള്ളത്. അപ്പോൾ ഈ സോർട്ടിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ സോർട്ടിങ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സോർട്ടിങ് എങ്ങനെയൊക്കെയാണ് ഈ സോർട്ടിങ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സൈറ്റ് ഉണ്ട്. വിഷു ആൽഗോ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ ഇങ്ങനെ കൊടുക്കുക, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഈ സോർട്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ DSA ഫസ്റ്റ് വീക്കിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ DSAയിൽ ലിങ്ക് ലിസ്റ്റൊക്കെ എങ്ങനെ പഠിച്ചെന്ന് പറയുമ്പോൾ ഞാൻ കോഡ് എവല്യൂഷൻ യൂട്യൂബ് ചാനൽ മാത്രമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി റോഡ് സൈഡ് കോഡർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ ജാവാസ്ക്രിപ്റ്റിലാണ് മൂപ്പർ ചെയ്യുന്നത്. റോഡ് സൈഡ് കോഡർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ ഇവിടെ പാസ് ചെയ്യുകയും ചെയ്യുക. അതിൽ ഫസ്റ്റ് വീക്കിൽ കവർ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ആ ഒരു യൂട്യൂബ് ചാനൽ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം ബൈനറി സെർച്ച്, അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റുകളെ കുറിച്ച്, റിക്കർഷനെ കുറിച്ച്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, അറേനെ കുറിച്ച്, സ്ട്രിങ്ങിനെ കുറിച്ച്, അങ്ങനത്തെ അതുപോലെ തന്നെ സോർട്ടിങ്ങിനെ കുറിച്ചും, ഈ DSA സെക്കൻഡ് വീക്കിലോട്ട് വരികയാണെങ്കിൽ സോർട്ടിങ്ങിനെ കുറിച്ചും ഒക്കെ ആ ഒരു വീഡിയോസിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹീപ്പുകളെ കുറിച്ച്, അതുപോലെ തന്നെ DSA സെക്കൻഡ് വീക്കിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ട, അതായത് നമ്മൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ച പോലെ തന്നെ മറ്റൊരു ഡാറ്റ സ്ട്രക്ചേഴ്സാണ് സ്റ്റാക്കും ക്യൂവും. അപ്പോൾ സ്റ്റാക്കിനെ കുറിച്ചും ക്യൂവിനെ കുറിച്ച് പഠിക്കണം. മെയിനായിട്ട് സ്റ്റാക്കിലോട്ട് എങ്ങനെ കയറ്റാം, അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ക്യൂവിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, രണ്ടിനും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ലാസ്റ്റ് ഔട്ടും ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ടും പറയുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് വെച്ച് ഇത് അങ്ങനെ സ്റ്റാക്കിലോട്ട് ഒരു എലമെൻറ്റ് കയറ്റാം, ഒരു ഡാറ്റ കയറ്റാം, അതിലൊരു ഡാറ്റിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാക്കിനെ കുറിച്ചും ക്യൂവിനെ കുറിച്ചും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആര് ചെയ്തിട്ടുണ്ട്, റോഡ് സൈഡ് കോഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ ഇവിടെ പാസ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് വീക്കിൽ പറഞ്ഞ കാര്യങ്ങൾ സോർട്ടിങ്, 5 തരത്തിലുള്ള സോർട്ടിങ്, പിന്നെ 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ക്യൂ, സ്റ്റാക്ക്. പിന്നെ ഈ ഒരു DSA വീക്ക്, ഈ സെക്കൻഡ് വീക്കിൽ വരുന്ന മെയിൻ കാര്യമാണ് ഹാഷ് ടേബിൾ അല്ലെങ്കിൽ ഹാഷ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റിന് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുള്ള ഇതിൽ ഒബ്ജക്റ്റ് ഇല്ലേ, ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ പൈത്തണുകാർക്കാണെങ്കിൽ ഡിക്ഷണറി ഒക്കെ അല്ലേ, അതിനോട് ഏകദേശം സിമിലർ ആണ് ഹാഷ് ടേബിൾ. പക്ഷേ അതിൽ നടക്കുന്നതിനേക്കാൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ചിങ്, ഇൻസേർഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സോർട്ടിങ്, അതുപോലെ തന്നെ സ്റ്റാക്ക്, ക്യൂ, അതുപോലെ തന്നെ ഹാഷ് ടേബിൾ, ഇതിൻ്റെ ഒക്കെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീക്ക് കവർ ചെയ്തിട്ട് വേണം റിവ്യൂവിനോട്ട് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് വീക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് പറഞ്ഞല്ലോ, ഞാൻ റെഫർ ചെയ്ത യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്നത് റോഡ് സൈഡ് കോഡർ, കോഡ് എവല്യൂഷൻ, അങ്ങനത്തെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് ഈ ഒരു സെക്കൻഡ് വീക്കിനെ കുറിച്ചിട്ടും. പിന്നെ അബ്ദുൽ ബാരി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. അപ്പോൾ അബ്ദുൽ ബാരിനെ കുറിച്ച് ഞാൻ തേർഡ് DSA വീക്കിൻ്റെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പോൾ അബ്ദുൽ ബാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. മൂപ്പരും തന്നെ ബേസിക് തിയറീസ് മാത്രം, അതായത് എങ്ങനെയാണ് DSA, അതായത് എങ്ങനെയൊക്കെയാണ് ഈ അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മുതൽ പക്ക അണ്ടർസ്റ്റാൻഡിങ് ആക്കി തരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അബ്ദുൽ ബാരി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ DSA സെക്കൻഡ് വീക്കിൻ്റെ PDF, ഫസ്റ്റ് വീക്ക് ഇട്ട PDFിൻ്റെ പോലെ തന്നെ DSA സെക്കൻഡ് വീക്കിൻ്റെ PDFും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ വീഡിയോ ഒരുപാട് വലുതായി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ DSA തേർഡ് വീക്കിനെ കുറിച്ച് നമ്മൾ പെട്ടെന്നൊരു ഓവർവ്യൂ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് DSA തേർഡ് വീക്കിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ DSA ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഒക്കെ പഠിച്ചിട്ടുള്ളത് ഒരു ലീനിയർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു നോൺ ഹൈറാർക്കിയൽ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു DSA തേർഡ് വീക്കിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു ഹൈറാർക്കിയൽ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ്. മെയിനായിട്ട് ട്രീ. നിങ്ങൾ പലപേരും കണ്ടു കാണും ട്രീ, ഗ്രാഫ്, അതുപോലെ തന്നെ ഹീപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടു കാണും. അപ്പോൾ മെയിനായിട്ട് ട്രീനെ കുറിച്ചുള്ളൊരു വളരെ നല്ല രീതിക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഈ ഒരു വീക്കിൽ ഉണ്ടാക്കിയെടുക്കണം. ട്രീ എന്താണ്, എങ്ങനെയാണ് ഈ ഹൈറാർക്കിയൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്നത്. അപ്പോൾ ട്രീൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുക്കാം. നോർമൽ ട്രീൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒന്നും ഈ ഒരു വീക്ക് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ ട്രീൻ്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ ആണ് ഈ ഒരു വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. അപ്പോൾ ബൈനറി സെർച്ച് ട്രീനെ കുറിച്ചിട്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ബൈനറി സെർച്ച് ട്രീ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ബൈനറി സെർച്ച് ട്രീൻ്റെ ഒരു ഹൈറ്റ് കാണാൻ പറയാൻ പറയും. എന്നോട് ചോദിച്ചിട്ടുള്ള ബൈനറി സെർച്ച് ട്രീൻ്റെ ഹൈറ്റ് കാണാൻ, അങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ അവിടെ കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ബൈനറി സെർച്ച് ട്രീനെ കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ കുറേ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊരു വീഡിയോ, അതായത് ഈ DSA 3 വീക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു പഠിപ്പിക്കുന്ന, അതായത് DSAനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരുന്ന ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഇനി ഞാൻ എങ്ങനെ ബൈനറി സെർച്ച് ട്രീയും ഇതൊക്കെ പഠിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് കോഡ് എവല്യൂഷൻ്റെ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ ബാരിയുടെ വീഡിയോസും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോഡ് എവല്യൂഷൻ്റെ ബൈനറി സെർച്ച് ട്രീ മുതൽ ബൈനറി ട്രീ വരെയും ബൈനറി സെർച്ച് ട്രീ വരെയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങൾ മൊത്തം ആ കോഡ് എവല്യൂഷന് കുറച്ച് വീഡിയോസ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ബൈനറി ട്രീൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഹീപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ് ഒരു ഹീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീപ്പ് രണ്ട് വിധത്തിലുണ്ട്, മിൻ ഹീപ്പ്, മാക്സ് ഹീപ്പ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഹീപ്പ് ഇംപ്ലിമെൻറ്റേഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ടത്. അതായത് ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീ പറഞ്ഞു, ബൈനറി ട്രീ പറഞ്ഞു, ബൈനറി സെർച്ച് ട്രീ പറഞ്ഞു, ഹീപ്പ് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തായിട്ട് പഠിക്കുന്നത് ട്രൈ എന്ന് പറയുന്നത്. ട്രൈ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ സജഷൻസ് വരില്ലേ. നിങ്ങൾ കാറെന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാറിൻ്റെ കുറേ ഓട്ടോ സജഷൻസ് വരും. അതേപോലെ കാർപ്പേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാർപ്പൻറ്റർ, കാർപ്പറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരില്ലേ. ഇതൊക്കെ ട്രൈ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ട്രൈനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോ സജഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക, ട്രൈ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ട്രൈയിൽ വരുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും ട്രൈയിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. മെയിനായിട്ട് ട്രൈയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഓട്ടോ കംപ്ലീറ്റിൻ്റെ ഒരു അറയാക്കിയാണ്ട് നമ്മളൊരു പ്രിഫിക്സ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീറ്റ് ഒരു അറയ്ക്ക് പുഷ് ചെയ്യുക. അത് ആ ഒരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രിഫിക്സ് ഈ ഒരു ട്രൈയിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫിക്സ് ഈ ട്രൈയിൽ ഉണ്ടോ, അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് പ്രിഫിക്സ് കാണാൻ പറയും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്രൈയിൽ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പോൾ കണ്ടാൽ മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ ട്രൈനെ കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുണ്ടെങ്കിൽ ട്രൈൻ്റെ വീഡിയോ ഐ തിങ്ക് അബ്ദുൽ ബാരിയുടെയോ അല്ലെങ്കിൽ കോഡ് എവല്യൂഷൻ്റെ വീഡിയോ അല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ട്രൈനെ കുറിച്ച് ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ കണ്ടിട്ടുള്ളത് ഈ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ ട്രൈൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ സ്ക്രീനിൽ കൊടുക്കാം. ഇവിടെയും ഓവർവ്യൂ ആയിട്ട് പാസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ട്രീനെ കുറിച്ച് പറഞ്ഞു, ബൈനറി ട്രീ പറഞ്ഞു, ബൈനറി സെർച്ച് ട്രീൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ബൈനറി സെർച്ച് ട്രീൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു, ഹീപ്പുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ട്രൈകളെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു വീക്കിൽ DSA തന്നെ പഠിക്കുന്ന ലാസ്റ്റ് ഡാറ്റ സ്ട്രക്ചറാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിനെ കുറിച്ച് വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഗ്രാഫിൻ്റെ ഇംപ്ലിമെൻറ്റേഷന്, അതായത് ഗ്രാഫിൽ നമ്മൾ ഒരു ഇതാകുമ്പോൾ അഡ്ജസൻസി ലിസ്റ്റ് ആയിക്കാണ്ടോ അല്ലെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് ആയിക്കാണ്ടോ കേൾക്കാം. ഗ്രാഫിൽ നമ്മൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ നോട്ട്സ്, വെർട്ടെക്സും എഡ്ജസൊക്കെ കയറ്റുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിൽ മെയിനായിട്ട് ഈ വീക്കിൽ എന്നോടൊക്കെ ചോദിച്ചിട്ടുള്ളത് BFS ഉം DFS ഉം. അതായത് ഗ്രാഫ് ട്രാവേഴ്സിൽ, അതായത് ഗ്രാഫിലൂടെ എങ്ങനെയൊക്കെയാണ് ഓരോ എലമെൻറ്റിലൂടെ നമ്മൾ BFS ഉം DFS ഉം ആണ് ഈ ഒരു വീക്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ അല്ലേ, ഈ ഫോളോവേഴ്സൊക്കെ അല്ലേ, നമ്മളതിൽ ഈ ഫോളോവേഴ്സ് നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഈ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ബൈനറി ട്രീൻ്റെ ആയാലും ഈ ട്രീൻ്റെ ആയാലും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിക്കുക.
അതുപോലെ തന്നെ ട്രൈൻഡ് ആയാലും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്, ഗ്രാഫിൻ്റെ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻസ് കാര്യങ്ങൾ, ഓക്കെ, ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഹീപ്പൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് തന്നെ വളരെയധികം ഹീപ്പിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണേണ്ട വീഡിയോ, അബ്ദുൽ ബാരിയുടെ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. വെറും തിയറി മാത്രം അല്ലെങ്കിൽ വെറും അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായി തരുന്നത്, കോഡിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് സ്പെസിഫൈ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അബ്ദുൽ ബാരിയുടെ ഹീപ്പിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. DSA ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും തേർഡ് വീക്കിനെ കുറിച്ചുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വീക്കിൽ വരുന്ന ടാസ്കുകളെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഫസ്റ്റ് വീക്കിൻ്റെയും സെക്കൻഡ് വീക്കിൻ്റെയും തേർഡ് വീക്കിൻ്റെയും റിസോഴ്സുകൾ, യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്കുകൾ, PDF ലിങ്കുകൾ ഇതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി, ഓക്കെ, നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി വലുതാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത പറയുകയാണ്. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ഇട്ടാൽ മറ്റുള്ളവരായിരിക്കും നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡൗട്ട് നിങ്ങൾ അങ്ങോട്ടും ക്ലിയർ ചെയ്യുക. ആ ഒരു മ്യൂച്വൽ ഹെൽപ്പാണ് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി വലുതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. താങ്ക് യു.